മക്കളെക്കുറിച്ച് ഓരോ മാതാപിതാക്കൾക്കും വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷയുമുണ്ട്. അവരുടെ പഠനം, ജോലി, ഭാവി ജീവിതം ഇങ്ങനെ കരുതിക്കൂട്ടിയാണ് പലരും കുട്ടികളെ വളർത്തുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ വിവാഹം കഴിഞ്ഞാലും അച്ഛന്മാരുടെ ഉള്ളിൽ തീയാണ്. ഭർത്തൃ വീട്ടിൽ അവർ സുരക്ഷിതരായിരിക്കുമോ? മകളുടെ ശബ്ദം ഒന്നിടറിയാൽ ആശങ്കയാണ്. കൊല്ലം കേരളപുരം സ്വദേശിനി ശൈലജ വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലേക്കാണ് മകൾ വിഭജികയെ കെട്ടിച്ചയച്ചത്. ഒടുവിൽ പൊന്നുമോളുടെ മരണവാർത്തയിൽ നെഞ്ചുപൊട്ടി കരയുന്ന അമ്മ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ നടന്ന ഷാർജ ഫോറൻസിക് ലാബിന് മുന്നിലും സംസ്കാര ചടങ്ങ് നടന്ന കൊല്ലം കേരളപുരത്തെ വീട്ടിലും വികാരനിർഭരമായ രംഗങ്ങൾ. ഇനി ആ അമ്മയുടെ പോരാട്ടം മകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ്. വിഭജികയെയും മകളെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ എന്താകും പോലീസിന്റെ നീക്കം? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം സ്വദേശിനി വിഭജികയ്ക്ക് എന്താണ് സംഭവിച്ചത്? മകളെ കൊലപ്പെടുത്തി യുവതി ജീവനൊടുക്കി 10 ദിവസം പിന്നിടുമ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമുണ്ട്. ഷാർജയിൽ നിന്ന് നാട്ടിലെത്തിച്ച വിഭജികയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്തപ്പോൾ തെളിയുന്നത് മർദ്ദനമേറ്റതിൻ്റെ പാടുകളും മുറിവുകളുമാണ്. ശരീരത്തിൽ നിരവധി ചതവുകളുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റീപോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ മരണകാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. അതിനിടെ വിഭജികയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികളിലേക്ക് കടന്നതായി അന്വേഷണ സംഘം അറിയിച്ചു. പന്ത്രണ്ട് ദിവസത്തോളം ഷാർജ ഫോറൻസിക് വിഭാഗത്തിൽ സൂക്ഷിച്ച വിഭജികയുടെ മൃതദേഹം എംബാം ചെയ്ത ശേഷമാണ് ഷാർജയിൽ നിന്നും ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ചത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കൊല്ലത്തെ വീട്ടിലെത്തിച്ചു. ഷാർജയിലായിരുന്ന അമ്മ ശൈലജ, സഹോദരൻ വിനോദ് എന്നിവരും മറ്റു ബന്ധുക്കളും മൃതദേഹത്തിനൊപ്പം നാട്ടിലെത്തി. പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് നടത്തിയ ഇൻക്വസ്റ്റ് നടപടിയിലാണ് വിഭജികയുടെ മൃതദേഹത്തിൽ ക്ഷതമേറ്റ പാടുകൾ കണ്ടെത്തിയത്. ഭർത്താവിന്റെ മർദ്ദനത്തിൽ മനനൊന്ത വിഭജിക ജീവനൊടുക്കിയെന്ന കുടുംബത്തിന്റെ ആരോപണത്തിന് കൂടുതൽ ബലം നൽകുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിഭജികയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് ഇറക്കുമെന്ന് അന്വേഷണ മേധാവിയായ ശാസ്താംകോട്ട ഡിവൈഎസ്പി അറിയിച്ചു. റെഡ് കോർണർ നോട്ടീസും അതുപോലെ തന്നെ ലുക്കൌട്ട് സർക്കുലറും ഒക്കെ പുറപ്പെടുവിച്ച് ആണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത്. അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല. അതിനി ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകൂ. വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും ഗർഭിണിയായിരുന്ന സമയത്ത് കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ചുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും ഭർത്യമാതാവും ഭർത്തൃ സഹോദരിയുമാണെന്ന് വിഭജിക ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട്. സഹോദരി ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിച്ച് നിയമ നടപടികൾക്ക് വിധേയനാക്കണമെന്നും വിഭജികയുടെ സഹോദരൻ വിനോദ് ആവശ്യപ്പെട്ടു. പ്രേരണ കുറ്റം, പിന്നെ ക്രൂവൽറ്റി, പിന്നെ ഡൗറിയുടെ കാര്യം, ഇതെല്ലാം മെൻഷൻ ചെയ്ത് എഫ്ഐആർ തയ്യാറാക്കുന്നത്. ശക്തമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. കാരണം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള അതിന് നീതി എന്തായാലും ഉണ്ടാവും. ഈ മാസം 8-നായിരുന്നു ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR മാനേജരായ കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക മണിയനെയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഹ്ദയിലെ ഫ്ളാറ്റിൽ ഒരു കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും 1 വർഷമായി പിണങ്ങി കഴിയുകയായിരുന്നു. മകളെ കൊന്ന് വിഭജികയുടെ ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം മരണത്തിൽ ദുരൂഹതയുള്ളതായി കുടുംബം ആരോപിക്കുന്നു. 1.5 വയസ്സുകാരി വൈഭവിയുടെ മൃതദേഹം പിതാവ് നിതീഷിന്റെ ആഗ്രഹപ്രകാരം കഴിഞ്ഞ ദിവസം ദുബായ് ജബൽ അലി ന്യൂ സോണാപൂർ ശ്മശാനത്തിൽ സംസ്കരിച്ചിരുന്നു. കൊല്ലത്തെ വീട്ടിലെത്തിച്ച വിഭജികയുടെ മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. പോലീസ് അന്വേഷണത്തിൽ വിഭജികയ്ക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. ന്യൂസ് 18 തിരുവനന്തപുരം, കൊല്ലം. പല കുടുംബങ്ങളിലെയും കലഹത്തിന് കാരണം അമിത മദ്യപാനമാണ്.
മദ്യപിച്ചെത്തി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ഉറ്റവരെ പോലും കൊലപ്പെടുത്താൻ മടിക്കില്ല. കൊല്ലം കരിക്കോടുള്ള ഒരു വീട്ടിൽ സംഭവിച്ചതും ഇതാണ്. സഹോദരങ്ങൾ മദ്യപിച്ചെത്തിയാൽ വീട്ടിൽ നിരന്തരം കലഹമുണ്ടാക്കും. മരിച്ച പിതാവിൻ്റെ ജോലി ഒരാൾക്ക് ലഭിച്ചതിനെ ചൊല്ലി സഹോദരങ്ങൾ തമ്മിൽ കുറേ നാളുകളായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ ജ്യേഷ്ഠനെ അനുജൻ കൊലപ്പെടുത്തുന്നതിലാണ് അത് കലാശിച്ചത്. 35-കാരൻ ലിഞ്ചുവിനെ കുത്തിക്കൊന്ന കേസിൽ സഹോദരനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചൊവ്വാഴ്ച രാത്രി 9:45 സംഭവം. കരിക്കോട് ഐശ്വര്യനഗർ ജിഞ്ചു ഭവനിൽ റോയി എന്ന് വിളിക്കുന്ന 35-കാരൻ ലിഞ്ചുവാണ് സഹോദരൻ ജിഞ്ചുവിന്റെ കുത്തേറ്റ് മരിച്ചത്. കൊലയ്ക്ക് ശേഷം ജിഞ്ചു ഓടി രക്ഷപ്പെട്ടു. സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷനു കീഴിൽ കരിക്കോട്ട് പ്രവർത്തിക്കുന്ന വെയർഹൌസിലെ ലോഡിംഗ് തൊഴിലാളിയായിരുന്നു ഇവരുടെ അച്ഛൻ തങ്കച്ചൻ. അദ്ദേഹത്തിന്റെ മരണശേഷം മൂത്ത മകനായ ലിഞ്ചു ഈ ജോലിക്ക് കയറി. ഇതിൽ പ്രകോപിതനായ ജിഞ്ചു ജോലി തനിക്ക് വേണമെന്നാവശ്യപ്പെട്ട് കുറച്ചുനാളായി വഴക്കുണ്ടാക്കിയിരുന്നതായി പോലീസ് പറയുന്നു. മദ്യപിച്ചെത്തുന്ന സഹോദരങ്ങൾ തമ്മിൽ വഴക്ക് പതിവായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയും വീടിന് മുന്നിൽ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. ഇതിനിടെ ജിഞ്ചു കയ്യിൽ കിട്ടിയ കത്തികൊണ്ട് ലിഞ്ചുവിനെ കുത്തി. സാരമായി പരിക്കേറ്റ ഇയാളെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ് മരണം. ജോലിയുടെ പേരിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിലും കൊലപാതകത്തിലും കലാശിച്ചത്. ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് മരിച്ച ലിഞ്ചു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ഭർത്താവിൻ്റെ മദ്യപാനവും സംശയരോഗവും കാരണം വീടുകളിൽ കണ്ണീരും വേദനയുമായി കഴിയുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇടുക്കി കട്ടപ്പന സ്വദേശിനി മോളമ്മ ഭർത്താവിൻ്റെ ക്രൂരതകൾ കുറേ നാളുകളായി അനുഭവിക്കാൻ തുടങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം കുടുംബകലഹത്തിനിടെ സുനിൽകുമാർ ഭാര്യയെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വഴക്കിനിടെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തേറ്റ മോളമ്മയുടെ നില അതീവ ഗുരുതരമാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ വീടിന് സമീപത്തുള്ള ഏലത്തോട്ടത്തിൽ വെച്ച് കട്ടപ്പന പോലീസ് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 9-നാണ് സുനിൽകുമാർ ഭാര്യ മോളമ്മയെ കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ നാട്ടുകാർ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നില ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. യുവതിയുടെ കഴുത്തിന് ആഴത്തിൽ മുറിവേറ്റു. വിവരമറിഞ്ഞ് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തിയതോടെ പ്രതി സുനിൽകുമാർ സമീപത്തെ ഏലത്തോട്ടത്തിൽ ഒളിച്ചു. തുടർന്ന് തെരച്ചിൽ നടത്തിയ പോലീസ് സുനിലിന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് പിടികൂടുകയായിരുന്നു. കട്ടപ്പന SHO TC മുരുകനും SI എബി ജോർജും ഉൾപ്പെടുന്ന സംഘമാണ് പുലർച്ചെ 1 മണിയോടെ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയെയും കുത്തുകയായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി. ചോദ്യം ചെയ്യലിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയ സുനിലിനെ റിമാൻഡ് ചെയ്തു. വീട്ടിൽ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മദ്യപിച്ച് എത്തുന്ന സുനിൽ ഭാര്യയെ മർദ്ദിക്കുമായിരുന്നു. ഇതാണ് ഒടുവിൽ കത്തിക്കുത്തിൽ കലാശിച്ചത്. ന്യൂസ് 18 കട്ടപ്പന. ചെറിയ പ്രശ്നങ്ങളിൽ പോലും മനസ്സ് പതറുന്നവരാണ് ഇപ്പോഴത്തെ തലമുറ. വീട്ടിൽ കലഹമുണ്ടായാലും ആരെങ്കിലും വഴക്ക് പറഞ്ഞാലും മാനസികമായി തകർന്നു പോകും. പിന്നെ അങ്ങ് സ്വയം മരിച്ചാലോ എന്ന് പോലും ചിന്തിക്കും. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് 18-കാരി ആത്മഹത്യ ചെയ്തത് അയൽ വീട്ടുകാരുടെ അസഭ്യവർഷത്തിൽ മനം നൊന്താണ്. വെണ്ണിയൂർ സ്വദേശിനിയും ITI വിദ്യാർത്ഥിനിയുമായ അനുഷയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത വിഴിഞ്ഞം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു.
വെണ്ണിയൂർ നെല്ലിവിള നെടിഞ്ഞിൽ കിഴക്കരിക് വീട്ടിൽ അജുവിന്റെയും സുനിതയുടെയും മകൾ അനുഷയെ വീടിന്റെ 2ാം നിലയിലുള്ള മുറിയിലാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവ സമയം അജുവിന്റെ പിതാവ് നേശമണി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അയൽവാസിയായ സ്ത്രീ ഉൾപ്പെടെയുള്ളവർ എത്തി അനുഷയെ അസഭ്യം പറഞ്ഞതിലുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് കാട്ടി പിതാവ് വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകി. അയൽവീട്ടിലെ യുവാവും ഭാര്യയുമായി കുടുംബ പ്രശ്നം നിലനിന്നിരുന്നു. അവിടുത്തെ മരുമകൾ അനുഷ താമസിക്കുന്ന വീടിന്റെ പുരയിടം വഴി വന്നു എന്നതിനെ ചൊല്ലിയായിരുന്നു പ്രശ്നമെന്നും പോലീസ് അറിയിച്ചു. പുറത്തു പോയിരുന്ന തന്നെ മകൾ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞ് കരഞ്ഞെന്ന പിതാവ് പറയുന്നു. പിതാവ് എത്തിയപ്പോഴേക്കും മകൾ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നും പരാതിയിലുണ്ട്. ധനുവച്ചപുരം ITIയിൽ പ്രവേശനം നേടി ക്ലാസ് തുടങ്ങുന്നത് കാത്തിരിക്കുകയായിരുന്നു അനുഷ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതായും വിശദ അന്വേഷണം ആരംഭിച്ചതായും വിഴിഞ്ഞം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇടുക്കി തോപ്രാംകുടിയിലെ ഷിജി എന്ന വീട്ടമ്മയുടെ ദുരൂഹമരണം പല സംശയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വീട്ടിലെ കിടപ്പുമുറിയിലേക്ക് പോയ ഷിജിയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തി നോക്കിയപ്പോഴേക്കും വീട്ടമ്മ പൂർണ്ണമായും പൊള്ളലേറ്റ നിലയിൽ. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയ മുരിക്കാശ്ശേരി പോലീസ് വീട്ടുകാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂവെന്നാണ് പോലീസ് പറയുന്നത്. ഇടുക്കി തോപ്രാംകുടിയിലെ വ്യാപാരിയായ പുത്തേട്ട് ഷാജിയുടെ ഭാര്യ ഷിജിയാണ് പൊള്ളലേറ്റ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് സംഭവം. സംഭവ സമയത്ത് ഭർത്തൃമാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറക്കത്തിലായിരുന്ന ഇവർ നിലവിളി കേട്ടുണർന്ന് അലമുറയിട്ടതോടെ അയൽവാസികൾ ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോൾ ഷിജിയെ ശരീരമാസകലം പൊള്ളലേറ്റ നിലയിൽ കാണുകയായിരുന്നു. ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തോപ്രാംകുടി മെർച്ചന്റ് അസോസിയേഷൻ വനിതാ വിഭാഗം സെക്രട്ടറിയാണ് മരിച്ച ഷിജി. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി പോലീസും നാട്ടുകാരും പറയുന്നു. ആത്മഹത്യയാണെന്നും സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. നഴ്സിംഗ് പഠനശേഷം വിദേശത്ത് ജോലി, അതിന് പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അങ്ങനെയാണ് കോതമംഗല സ്വദേശിനി അമീന മലപ്പുറം കുറ്റിപ്പുറത്തെ അമാന ആശുപത്രിയിൽ നഴ്സായി ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ ആ സ്ഥാപനത്തിലെ ജനറൽ മാനേജറുടെ മാനസിക പീഡനവും തൊഴിൽ ചൂഷണവും അവളെ മാനസികമായി തളർത്തി. 2 വർഷത്തോളം ജോലി ചെയ്തിട്ടും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകാൻ അയാൾ തയ്യാറായില്ല. യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെയാണ് ജനറൽ മാനേജർ അബ്ദുറഹ്മാന്റെ ക്രൂരതകൾ പുറം ലോകമറിഞ്ഞത്. സംഭവത്തിൽ കേസെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോയ അബ്ദുറഹ്മാനെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. ആശുപത്രിയുടെ മുകൾ നിലയിലെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് അമിതമായി മരുന്നുകൾ കഴിച്ച് 2 ആഴ്ച മുൻപാണ് അമീന ജീവനൊടുക്കിയത്. നഴ്സ് അമീന മരിച്ച സംഭവത്തിൽ കുറ്റിപ്പുറം അമാന ആശുപത്രി മുൻ ജനറൽ മാനേജർ N അബ്ദുറഹ്മാനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കസ്റ്റഡിയിലെടുത്ത അബ്ദുറഹ്മാനെ തിരൂർ ഡിവൈഎസ്പി C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമീനയുടെ സഹപ്രവർത്തകരുടെയും നേരത്തെ അമാന ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരടക്കമുള്ള ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അമീനയുടെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൊഴികൾ കോതമംഗലം പല്ലാരിമംഗലത്തെ വീട്ടിലെത്തിയും രേഖപ്പെടുത്തി. കേസിൽ നിർണായക വിവരങ്ങൾ അടങ്ങുന്ന മൊഴികളാണ് പോലീസിന് കുടുംബം നൽകിയത്.
ഈ മാസം 12-ന് വൈകിട്ടോടെയാണ് നഴ്സ് അമീനയെ ആശുപത്രിയുടെ മുകൾ നിലയിലുള്ള ഹോസ്റ്റൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടത്. ഉടൻ വളാഞ്ചേരിയിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മുൻ മാനേജറുടെ മാനസികമായ പീഡനം മൂലമാണ് ആത്മഹത്യയെന്ന് ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ആശുപത്രി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ അബ്ദുറഹ്മാൻ ഒളിവിൽ പോയി. തുടർന്ന് നഴ്സുമാരുടെ സംഘടനകളും വിവിധ പാർട്ടികളും അമാന ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. അബ്ദുറഹ്മാനെതിരെ ആശുപത്രി ജീവനക്കാരുടെ സംഘടനകൾ പോലീസിന് പരാതി നൽകുകയും അമീനയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും DGPക്കും മലപ്പുറം SP-ക്കും പരാതി നൽകുകയും ചെയ്തു. ഇതോടെയാണ് തിരൂർ ഡിവൈഎസ്പി കേസ് അന്വേഷണം ഏറ്റെടുത്തത്. 2 വർഷത്തിലേറെയായി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് പല കാരണങ്ങൾ പറഞ്ഞ് ജനറൽ മാനേജർ അനുവദിച്ചിരുന്നില്ല. പാവപ്പെട്ട വീട്ടിലെ ഏക അത്താണിയായിരുന്നു അമീന. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ വേറെ ജോലിക്ക് ചേരാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. ഈ മാനസിക വിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് വീട്ടുകാർ പറയുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 തിരൂർ. വാഹനയാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഒക്കെ ധരിച്ച് വാഹനം ഓടിച്ചാലും നിയമം ലംഘിച്ചെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ നിങ്ങൾക്ക് സന്ദേശം വരാറുണ്ടോ? ആ സന്ദേശത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കബളിപ്പിക്കപ്പെടാം. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിവാഹൻ ആപ്പിൻ്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ തട്ടിപ്പ് വ്യാപകമാണ്. കേരളത്തിനകത്തും പുറത്തുമായി നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ചുള്ള അന്വേഷണമെത്തിയത് വാരാണസിയിലുള്ള ഒരു 16-കാരനിലേക്കാണ്. തട്ടിപ്പ് സംഘത്തെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് കൗമാരക്കാരനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. 10 ദിവസത്തിനകം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇയാൾക്ക് കൊച്ചി സൈബർ പോലീസ് നോട്ടീസ് നൽകി. അതിനിടെ കേസിൽ പിടിയിലായ മറ്റു പ്രതികളെ റിമാൻഡ് ചെയ്തു. നിങ്ങളുടെ വാഹനത്തിന് പിഴയൊടുക്കാനുണ്ടെന്ന സന്ദേശം, അതിലൊരു ക്ലിക്ക്. ഇതോടെ നഷ്ടപ്പെടുന്നത് മുഴുവൻ സമ്പാദ്യവും. വാരാണസി സ്വദേശിയായ ഒരു 16-കാരനാണ് പരിവാഹൻ ആപ്പ് തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ. ഇയാളാണ് APK ഫയൽ ഉണ്ടാക്കുകയും തട്ടിപ്പിന് കളമൊരുക്കുകയും ചെയ്തത്. വാഹന ഉടമകളുടെ രജിസ്ട്രേഷൻ നമ്പറും ഫോൺ നമ്പറും അടക്കമുള്ള വിവരങ്ങൾ പരിവാഹനിൽ നിന്ന് ചോർത്തുന്നതാണ് രീതി. ഇതുപയോഗിച്ച് ഗതാഗത നിയമം ലംഘിച്ചതിന് പിഴയടയ്ക്കണമെന്ന് കാട്ടി ചെല്ലാൻ നമ്പറും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങളും അടക്കം വാട്സാപ്പിൽ വാഹന ഉടമകൾക്ക് സന്ദേശം അയക്കും. മോട്ടോർ വാഹന വകുപ്പിന്റേതെന്ന പേരിലാണ് സന്ദേശം ലഭിക്കുക. പിഴയടയ്ക്കാനായി ഒരു ലിങ്കും ഉണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്തുക പരിവാഹൻ ആപ്പിന്റെ അതേ മാതൃകയിലുള്ള തട്ടിപ്പ് സംഘത്തിന്റെ വ്യാജ ആപ്പിലേക്കാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുകയും പിന്നീട് ഇതുവഴി ഓൺലൈനായി പണം തട്ടുകയും ചെയ്യും. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകനായ 16-കാരനോട് 10 ദിവസത്തിനകം കമ്പ്യൂട്ടറും മറ്റു ഉപകരണങ്ങളുമായി മാതാപിതാക്കൾക്കൊപ്പം സൈബർ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹാജരാകാത്ത പക്ഷം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ റിപ്പോർട്ട് നൽകാനാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം വാരാണസി ശിവപുരിയിൽ നിന്ന് കേരള പോലീസ് പിടികൂടിയ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുള്ളതിനാൽ പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. കേരളത്തിനകത്തും പുറത്തുമായി 100 കണക്കിന് തട്ടിപ്പുകൾ നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ അന്വേഷണം സൈബർ പോലീസിന് കൈമാറിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വാരാണസിയിലാണെന്നും പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് പ്രത്യേക സംഘം വാരാണസിയിലെത്തിയാണ് പ്രതികളെ പിടികൂടിയത്. തീർത്തും നിസ്സഹകരണമാണ് UP പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രതികളുടെ പക്കൽ നിന്ന് 2 മാസങ്ങളായി ശേഖരിച്ച 2700ഓളം വാഹനങ്ങളുടെ നമ്പറും ഉടമകളുടെ ഫോൺ നമ്പറും വിവരങ്ങളും കണ്ടെത്തി. കൂടാതെ പരിവാഹൻ ആപ്ലിക്കേഷൻ വഴി പ്രതികൾ ശേഖരിച്ച വിവിധ വ്യക്തികളുടെ UPI പിൻ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഹണി ട്രാപ്പ്, KYC അപ്ഡേഷൻ തുടങ്ങിയ തട്ടിപ്പുകൾ നടത്തുന്നതിനുള്ള വിവിധ ആപ്ലിക്കേഷനുകളും കണ്ടെത്തിയിട്ടുണ്ട്. സൈബർ ഇൻസ്പെക്ടർ ഷമീർ ഖാൻ, ACP-മാരായ അരുൺ R, അജിത് രാജ് P, നിഖിൽ ജോർജ്, CPO-മാരായ ആൽഫിറ്റ് ആഡ്രൂസ്, ഷറഫുദ്ദീൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം ജവഹർ നഗറിലെ വസ്തുവും ആഡംബര വീടും വ്യാജരേഖയുണ്ടാക്കി ഉടമ അറിയാതെ മറിച്ചുവിറ്റ കേസിന്റെ അന്വേഷണം നീങ്ങുന്നത് തലസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള വൻ റാക്കറ്റിലേക്കാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠനാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ.
വ്യാജമായി ആധാരവും മറ്റ് രേഖകളും ഉണ്ടാക്കിയെന്ന് സംശയിക്കുന്ന മണികണ്ഠൻ ഇപ്പോഴും ഒളിവിലാണ്. ഇയാളുടെ സഹോദരൻ മഹേഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സമാന രീതിയിൽ മറ്റു വസ്തുക്കളും തട്ടിയെടുത്തോ എന്ന സംശയം പോലീസിനുണ്ട്. കേസിലെ 5ാം പ്രതിയായ മണക്കാട് സ്വദേശി മഹേഷാണ് ഒടുവിൽ മ്യൂസിയം പോലീസിന്റെ പിടിയിലായത്. വ്യാജമായി ഉണ്ടാക്കിയ ആധാരം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ആധാരമെടുത്തുകാരനായ മഹേഷിന്റെ ലൈസൻസ് നമ്പർ ഉപയോഗിച്ചാണെന്ന് കണ്ടെത്തിയിരുന്നു. ആധാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ സ്റ്റാമ്പ് ജനറേറ്റ് ചെയ്യുകയും ഫീസ് അടയ്ക്കുകയും ചെയ്യണം. മഹേഷിന്റെ യൂസർ ഐഡിയും പാസ്വേഡുമാണ് ഇതിനായി ഉപയോഗിച്ചത്. ഏകദേശം 4 കോടിയോളം രൂപ വില വരുന്ന വീടും വസ്തുവുമാണ് വ്യാജരേഖ ഉണ്ടാക്കി തട്ടിയെടുത്തത്. അമേരിക്കയിൽ താമസിക്കുന്ന ഡോറ അസ്രിയ ക്രിപ്സിന്റെ വസ്തുവും വീടുമാണ് മെറിൻ ജേക്കബ് എന്നയാൾക്ക് ഉടമയറിയാതെ ധനനിശ്ചയം ചെയ്തു കൊടുക്കുകയും ചന്ദ്രസേനൻ എന്നയാൾക്ക് മറിച്ചു വിൽക്കുകയും ചെയ്തത്. ഡോറയുടെ വളർത്തുമകളാണ് മെറിൻ ജേക്കബ് എന്ന് വരുത്തി തീർത്തായിരുന്നു വസ്തു കൈമാറ്റം. കേസിൽ മെറിൻ ജേക്കബിനെയും ഡോറയായി ആൾമാറാട്ടം നടത്തിയ വസന്തയെയും പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. വ്യാജമായി ആധാരവും മറ്റു രേഖകളും ഉണ്ടാക്കിയെന്ന് സംശയിക്കുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠൻ ഒളിവിലാണ്. സമാന മാർഗത്തിൽ മറ്റു വസ്തുക്കളും തട്ടിയെടുത്തോ എന്ന സംശയം പോലീസിനുണ്ട്. മണികണ്ഠനെ കിട്ടിയാൽ മാത്രമേ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് പോലീസ് പറയുന്നു. നേരത്തെ നിർമ്മൽ ചിട്ടിത്തട്ടിപ്പിലടക്കം മണികണ്ഠന്റെ പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്കിടെ കാണാതായ യുവതികളെക്കുറിച്ച് അന്വേഷിക്കണം. MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിനും മലയാളി KJ ജോയ്ക്കും എന്താണ് സംഭവിച്ചതെന്നറിയണം. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ സത്യം തേടി അന്വേഷണ സംഘം എത്തുകയാണ്. കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ 4 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലുണ്ട്. ഇതിനിടെ സംഭവം റിപ്പോർട്ട് ചെയ്ത 400ഓളം മാധ്യമങ്ങൾക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചു. 1 ലക്ഷത്തോളം വാർത്താ ലിങ്കുകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് രാജശേഖർ ആൻഡ് അസോസിയേറ്റ് ഇമെയിൽ വഴി നോട്ടീസ് അയച്ചത്. ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം പേരെ കുഴിച്ചുമൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാനാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. കർണാടക സംസ്ഥാന ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവിയും കർണാടക DGPയുമായ പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ 24 പേരടങ്ങുന്ന സംഘത്തെയാണ് ഇതിനായി നിയോഗിച്ചത്. നേരത്തെ ആഭ്യന്തര വകുപ്പ് ഇറക്കിയ ഉത്തരവിലെ മുതിർന്ന 4 IPS ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടാകും. പോലീസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ MN അനുച്ഛേദ്, SP-മാരായ സൗമ്യലത SK, ജിതേന്ദ്രകുമാർ എന്നിവർക്കാണ് മേൽനോട്ട ചുമതല. സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ 2 ഓഫീസർമാർ പിന്മാറിയേക്കുമെന്ന് അഭ്യൂഹം ഉയർന്നിരുന്നു. IG MN അനുച്ഛേദ്, DCP സൗമ്യലത എന്നിവർ വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയതായിരുന്നു റിപ്പോർട്ട്. എന്നാൽ പുതുതായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇവരുടെ പേരുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. കർണാടക സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് വിദഗ്ധ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. 2 ദിവസത്തിനകം സംഘം ധർമ്മസ്ഥലയിലെത്തും. ഈ മാസം ആദ്യമാണ് ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി 100ഓളം സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും മൃതദേഹം തന്നെ കൊണ്ട് നിർബന്ധിച്ച് സംസ്കരിപ്പിച്ചെന്നും
ജീവഭയം കൊണ്ടാണ് താൻ അത് ചെയ്തതെന്നും വെളിപ്പെടുത്തിയത്. മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലങ്ങൾ പോലീസിന് കാണിച്ചു കൊടുക്കാമെന്നും ഇയാൾ പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്ന് കോടതിയിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തി. അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തിയതോടെയാണ് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. സംഭവത്തെ സ്വാഗതം ചെയ്ത് ആക്ഷൻ കമ്മിറ്റിയും രംഗത്ത് വന്നിരുന്നു. ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്ന ധർമ്മസ്ഥലയിൽ ഭൂമി തട്ടിയെടുക്കാനായി ഇടുക്കി കട്ടപ്പന സ്വദേശി KJ ജോയിയെ കൊലപ്പെടുത്തിയ സംഭവവും SIT അന്വേഷണ പരിധിയിൽ വരും. 2018 ഏപ്രിൽ 5-നാണ് ജോയിയെ വാഹനമിടിച്ച് കൊന്നത്. മൂടുപത്രി പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം. ഭൂമി കയ്യേറിയ സംഘം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ജോയിയുടെ കുടുംബം ധർമ്മസ്ഥലയിൽ നിന്നും പലായനം ചെയ്തിരുന്നു. MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിന്റെ തിരോധാന കേസും SIT അന്വേഷിക്കും. 2003-ലാണ് അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായത്. സംഭവത്തിൽ 23 വർഷത്തിന് ശേഷമാണ് പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായത്. അമ്മ സുജാത ഭട്ടിന്റെ പരാതിയിൽ ധർമ്മസ്ഥല പോലീസാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. കർണാടകയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നും കാണാതായ യുവതികളെക്കുറിച്ചും SIT വിശദമായ അന്വേഷണം നടത്തും. മുൻ ജീവനക്കാരന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന സംഘം മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ മണ്ണ് മാറ്റിയുള്ള പരിശോധനയും വൈകാതെ നടത്തും. ഇതിനിടയിൽ സംഭവം റിപ്പോർട്ട് ചെയ്ത 400ഓളം മാധ്യമങ്ങൾക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചു. 1 ലക്ഷത്തോളം വാർത്താ ലിങ്കുകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് രാജശേഖരൻ അസോസിയേറ്റ്സ് ബാംഗ്ലൂരു വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇമെയിൽ വഴി നോട്ടീസ് അയച്ചത്. എന്നാൽ ഇത് ചോദ്യം ചെയ്ത് അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ഇനി ആരാണ് ഇടപെടേണ്ടത്? കുടുംബത്തെ അനുനയിപ്പിക്കാതെ എങ്ങനെ പ്രശ്നപരിഹാരം സാധ്യമാകും? കുടുംബത്തിൻ്റെ അനുവാദമില്ലാതെയാണ് ചർച്ചകൾ നടന്നതെന്ന് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ പറയുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോ അദ്ദേഹവുമായി അടുപ്പമുള്ളവരോ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലെ വാദം. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾക്കായി മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നാവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോ അദ്ദേഹവുമായി അടുപ്പമുള്ളവരോ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി ഫേസ്ബുക്കിൽ കുറിച്ചത്. കുടുംബത്തിന്റെ അനുവാദമില്ലാതെയാണ് ചർച്ചകൾ നടന്നതായുള്ള പ്രചരണമെന്നും മെഹദി പറയുന്നു. അതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി സുവിശേഷകനായ KA പോൾ എക്സിൽ കുറിച്ചിരുന്നു. ഇത്തരത്തിലുള്ള പ്രചരണം പൂർണ്ണമായും തെറ്റാണെന്നും മെഹദിയുടെ കുറിപ്പിലുണ്ട്. മധ്യസ്ഥതയ്ക്ക് മുൻകൈയെടുക്കുന്ന സാമുവൽ ജെറോം പണം കൈപ്പറ്റിയതായി കഴിഞ്ഞ ദിവസം ഇയാൾ ആരോപിച്ചിരുന്നു. തുടക്കം മുതലേ സമവായ ചർച്ചകൾക്കെതിരെ നിലകൊള്ളുന്നയാളാണ് മെഹദി. അതേസമയം വധശിക്ഷ നീട്ടിയ ശേഷം ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. ചർച്ചയ്ക്കായി മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കണമെന്നാവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. യമനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. എന്നാൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നത് സമഗ്ര സുരക്ഷാ വിലയിരുത്തലിന് ശേഷം മാത്രമായിരിക്കുമെന്നാണ് സൂചന. തുടർ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ വേണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ന്യൂസ് 18. വാതിലിൽ പതിവായി മുട്ടുന്നു, മേൽക്കൂരയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, സ്വന്തം വീട്ടിൽ പോലും ഉപദ്രവമാണ്. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. പൊട്ടിക്കരഞ്ഞ നടി തനുശ്രീ ദത്ത് നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നിൽ എന്തായിരിക്കും? വീടിനുള്ളിൽ അതിക്രൂരമായ പീഡനം താൻ നേരിടുന്നുവെന്ന് പറഞ്ഞാണ് താരം വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. 2018 മീടു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് തനിക്ക് നേരെ കുടുംബാംഗങ്ങൾ തിരിഞ്ഞത്. സിനിമയിൽ വീണ്ടും സജീവമാകാൻ ശ്രമിക്കുന്ന തനിക്കെതിരെ ഭീഷണിയും വധശ്രമവും ഉണ്ടാകുന്നുവെന്ന് നടി വ്യക്തമാക്കി. സ്വന്തം വീട്ടിൽ കടുത്ത ഉപദ്രവം നേരിടുന്നു എന്ന ആരോപണവുമായാണ് നടി തനുശ്രീ ദത്ത സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത്. വീട്ടിലെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ പോലീസിനെ വിളിച്ചെന്നും അവർ വീട്ടിലെത്തി ഔദ്യോഗികമായി പരാതി നൽകാൻ ആവശ്യപ്പെട്ടെന്നും നടി കണ്ണീരോടെ വീഡിയോയിൽ പറയുന്നു. വീട്ടിൽ തനിക്കായി സഹായികളെ പോലും വയ്ക്കാനാകുന്നില്ല. വീട് ആകെ അലങ്കോലമാണ്. ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. വീട്ടുകാർ ഏർപ്പെടുത്തിയ സഹായികളാണ് ഇവിടെ നിൽക്കുന്നത്. അവരാകട്ടെ സാധന സാമഗ്രികൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. കിടപ്പുമുറിയുടെ വാതിൽക്കൽ പോലും ആളുകൾ വന്ന് മുട്ടുന്നു. വീടിനുള്ളിൽ അതിക്രൂരമായ പീഡനം നേരിടുന്നുവെന്നും ആരെങ്കിലും വന്ന് രക്ഷിക്കുമോ എന്ന അപേക്ഷയുമായി പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വീഡിയോയാണ് താരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. 2018 മീടു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് കുടുംബാംഗങ്ങൾ തിരിഞ്ഞത്. 2020 മുതൽ മിക്കവാറും എല്ലാ ദിവസവും അസമയത്ത് ഇതുപോലുള്ള ഉച്ചത്തിലുള്ള ശബ്ദങ്ങളും മേൽക്കൂരയ്ക്ക് മുകളിലും വാതിലിന് പുറത്തും ഉച്ചത്തിലുള്ള മുട്ടലുകളും കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി നിരന്തരമായ സമ്മർദ്ദവും ഉത്കണ്ഠയും നേരിട്ടതിന്റെ ഫലമായി തനിക്ക് ക്രോണിക് ഫെറ്റിക് സിൻഡ്രോം ഉണ്ടായെന്നും തനുശ്രീ പറഞ്ഞു. मुझे इतना परेशान किया गया है पिछले 4-5 सालों में कि मेरी तबीयत खराब हो गई है. मैं कुछ काम नहीं कर पा रही हूँ. मेरा घर पूरा एकदम मेसी होके पड़ा हुआ है. I can't hire even maids because they planted maids in my house. And I had such a bad experience with maids coming in and stealing and doing all kinds of things. I have to do all my work. ഹോൺ ഓക്കെ പ്ലീസ് എന്ന ചിത്രത്തിലെ ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ നടൻ നാനാ പട്ടേക്കർ മോശമായി പെരുമാറിയെന്നായിരുന്നു 2018 തനുശ്രീയുടെ വെളിപ്പെടുത്തൽ. നാനാ പട്ടേക്കർ ആരോപണം നിഷേധിക്കുകയും ചെയ്തിരുന്നു. നാനാ പട്ടേക്കർക്ക് പുറമെ കൊറിയോഗ്രാഫർ ഗണേഷ് ആചാര്യ, നിർമ്മാതാവ് സമീർ സിദ്ദിഖി, സംവിധായകൻ രാകേഷ് സാരംഗ് എന്നിവരെ നുണപരിശോധനയ്ക്കും ബ്രെയിൻ മാപ്പിങ്ങിനും വിധേയരാക്കണമെന്നും സത്യം പുറത്തുവരും എന്നുമായിരുന്നു തനുശ്രീയുടെ അഭിഭാഷകൻ ഓഷിവാര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഈ സംഭവത്തിന് ശേഷം സിനിമയിൽ വീണ്ടും സജീവമാകാൻ ശ്രമിക്കുന്ന തനിക്കെതിരെ ഭീഷണിയും വധശ്രമവും ഉണ്ടാകുന്നുവെന്നും തനുശ്രീ വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേരളത്തിലും തമിഴ്നാട്ടിലുമായി വൻ ലഹരി ഇടപാടുകൾ. കൊടൈക്കനാൽ കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് കച്ചവടം. കഴിഞ്ഞ 5 വർഷത്തോളമായി കേരള പോലീസിന് പിടികിട്ടാപ്പുള്ളിയായിരുന്നു വയനാട് കൽപ്പറ്റ സ്വദേശി മാട്ടിയിൽ നൌഷീർ. 2020 കുറ്റിപ്പുറത്ത് അപകടത്തിൽപ്പെട്ട ഒരു വാഹനത്തിൽ നിന്ന് 2 കിലോ കഞ്ചാവുമായി പിടിയിലായെങ്കിലും ആശുപത്രിയിൽ നിന്ന് പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് മുങ്ങി. പിന്നീട് പലയിടങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം കൊടൈക്കനാലിലെ പൂണ്ടി എന്ന സ്ഥലത്തെത്തിയ പോലീസ് നൌഷീറിനെ പൊക്കി. പോലീസ് എത്തുമ്പോൾ മദ്യലഹരിയിലായിരുന്ന പ്രതിയെ ഏറെ പ്രയാസപ്പെട്ടാണ് കസ്റ്റഡിയിലെടുത്തത്. ഡിസംബർ 12 കുറ്റിപ്പുറം ചോലവളവിൽ അപകടത്തിൽപ്പെട്ട ഒരു വാഹനത്തിൽ നിന്ന് 2 കിലോ കഞ്ചാവുമായി നല്ലളം സ്വദേശി സൽമാൻ ഫാരസ്, നൌഷീർ എന്നിവരെ കുറ്റിപ്പുറം പോലീസ് പിടികൂടിയിരുന്നു. പരിക്കേറ്റ ഇരുവരെയും കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ നിന്നാണ് നൌഷീർ രക്ഷപ്പെട്ടത്. നൌഷീറിനെ പിടികൂടാൻ പോലീസ് പലതവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഇതിനിടെ നൌഷീർ ബംഗളൂരുവിലുള്ളതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് SI സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിലേക്ക് പോകാനിരിക്കെയാണ് പ്രതി കൊടൈക്കനാലിലുള്ളതായി അറിയുന്നത്. ഉടനെ SIയും സംഘവും കൊടൈക്കനാലിലെത്തി. കൊടൈക്കനാലിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ ജനവാസം കുറഞ്ഞ പൂണ്ടി എന്ന സ്ഥലത്ത് മലഞ്ചെരുവിൽ വിനോദസഞ്ചാരികൾക്കായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഹട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്.
ഹട്ട് വാടകയ്ക്കെടുത്ത് അവിടെ കഞ്ചാവ് വിൽപ്പന നടത്തുകയായിരുന്നു നൌഷീർ. പോലീസ് എത്തുമ്പോൾ നൌഷീർ മദ്യലഹരിയിലായിരുന്നു. ഏറെ ബുദ്ധിമുട്ടിയാണ് പ്രതിയെ പിടികൂടിയത്. എറണാകുളം മുളവുകാട് പോലീസ് സ്റ്റേഷൻ, ബംഗളൂരു ഹനുമൻ നഗർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഇയാൾക്കെതിരെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വാറന്റ് നിലനിൽക്കുന്നുണ്ട്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലും നൌഷീറിനെതിരെ കഞ്ചാവ് കേസുണ്ട്. വലിയ അളവിൽ കഞ്ചാവ് കടത്തുന്നതാണ് ഇയാളുടെ രീതി. ബംഗളൂരുവിൽ 180 കിലോ കഞ്ചാവുമായി പിടിയിലായ കേസിലും പ്രതി മുങ്ങി നടക്കുകയായിരുന്നു. മഞ്ചേരി NDPS കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. വന്യജീവി നിയമപ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട ഇനത്തിൽപ്പെട്ട പക്ഷിയാണ് തത്തകൾ. മുൻപൊക്കെ തത്തയെ പല വീടുകളിലും വളർത്തുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സംഗതി പ്രശ്നമാകൂട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് തത്തകളെ എത്തിച്ച് കേരളത്തിൽ വിൽപ്പന നടത്തി വന്നിരുന്ന സംഘം വനംവകുപ്പിൻ്റെ വലയിലായി. തമിഴ്നാട് സ്വദേശികളായ 3 സ്ത്രീകളെ കാഞ്ചിയാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. 139 തത്തകളെ ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇടുക്കിയിലെ വനംവകുപ്പ് വിജിലൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യവിവരം കാഞ്ചിയാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ തങ്കമണിക്ക് സമീപം പ്രകാശിലെത്തിയാണ് തത്തകളുമായി എത്തിയ സ്ത്രീകളെ പിടികൂടിയത്. റോഡ് വക്കിൽ വെച്ച് 2 വീതം തത്തകളെ ഇവർ ജോഡികളായി വിൽപ്പന നടത്തുകയായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് 139 തത്തകളെ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. തത്തകളെ തമിഴ്നാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്നതാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നമ്മൾ ഇന്ന് പരിശോധിച്ചപ്പോൾ അവിടെ റോസ് വിങ്ഡ് പാരക്കറ്റ് എന്ന് പറയുന്ന തത്തകളെ അവർ തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ചെറിയ പാക്കറ്റുകളാക്കി വിൽപ്പന നടത്താൻ ശ്രമിക്കുന്ന 3 സ്ത്രീകളെയാണ് ഇപ്പോൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 139 തത്തകളുണ്ട്. റോസ് വിങ്ഡ് എന്ന് പറയുന്നത് അത് ജോഡി ആയിട്ട് ഇവർ ചെറിയ ബോക്സുകളിലാക്കി ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ് ഇവരുടെ ജോലി. അപ്പോൾ എവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്തതും മറ്റു വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് ഷെഡ്യൂൾ 2 പ്രകാരം തത്തകളെ പിടിക്കാനോ സൂക്ഷിക്കാനോ വളർത്താനോ വിൽപ്പന നടത്താനോ പാടില്ല. തമിഴ്നാട് സ്വദേശികളായ ജയാവീരൻ, ഇലവഞ്ചി, ഉഷ, ചന്ദ്രശേഖരൻ എന്നിവരെയാണ് വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യും. തത്തകളെ അടുത്ത ദിവസം വനത്തിൽ തുറന്നുവിടുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് കഞ്ചാവ് കേസ് പ്രതി കോടതിയിൽ നിന്ന് മുങ്ങി. ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശി നസീം നാസറാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന 7 കിലോ കഞ്ചാവുമായി ഒരാൾ വാളയാറിൽ പിടിയിൽ. മലപ്പുറം തിരൂർ സ്വദേശി അരുൺ CP ആണ് പിടിയിലായത്. പാലക്കാട് ഒറ്റപ്പാലത്ത് ട്രെയിൻ അട്ടിമറി ശ്രമം. ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ 5 ഇടങ്ങളിൽ പാളത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കണ്ടെത്തി. RPF-ഉം കേരള പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അക്രമവാസനയും കുറ്റകൃത്യങ്ങളും കുട്ടികൾക്കിടയിൽ വർദ്ധിക്കുന്നൊരു കാലമാണിത്. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരെ ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടോ? സമീപകാലത്തായി കൗമാരക്കാരായ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ പല പെരുമാറ്റങ്ങളും മാതാപിതാക്കളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മൊബൈൽ ഉപയോഗിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയെന്ന് പറയുന്ന കൗമാരക്കാരൻ, വീട്ടിൽ കൂട്ടക്കുരുതി നടത്തുന്ന യുവാക്കൾ. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാത്രമാണോ കുട്ടികളെ അക്രമകാരികളാക്കുന്നത്? അതിനു മുൻപ് അവരുടെ ബാല്യകാലത്തേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കണം. എന്തുകൊണ്ടാണ് മക്കൾ മാതാപിതാക്കളിൽ നിന്നും അകന്നതെന്ന് ചിന്തിക്കണം. കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരിൽ നിന്ന് അകാരണമായി വഴക്കും ശകാരവും ശിക്ഷണവുമൊക്കെ ഏറ്റുവാങ്ങുന്നവരും ഒറ്റപ്പെടൽ അനുഭവിച്ചവരുമൊക്കെ പിൽക്കാലത്ത് ക്രിമിനലുകളായി മാറാം. അതിനാൽ കുട്ടികളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് ഓർമ്മപ്പെടുത്തലോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.